എൻ്റെ എത്രയും പ്രിയപ്പെട്ട അമ്മമാർക്കും സജ്ജനങ്ങൾക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, എവിടെയെല്ലാം രാമനാമം മുഴങ്ങുന്നുവോ അവിടെയെല്ലാം നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പായുമുണ്ട്. ഈ പവിത്രമായ കർക്കിടക മാസത്തിൽ രാമായണ പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ, അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നമ്മുടെ ഭവനങ്ങളിൽ പോലും ആ ശക്തനായ വായുപുത്രന്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് സകല ശത്രുദോഷങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഈ കർക്കിടക മാസത്തിൽ ഹനുമാൻ സ്വാമി ഇത്ര ശക്തനായി കാരുണ്യ കടലായി നമ്മുടെ അരികിലുള്ളപ്പോൾ ഭഗവാന് മനസ്സ് നിറഞ്ഞ് ഈ ഒറ്റ ഒരു വഴിപാടിലൂടെ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ഫലം, അതും വായു വേഗത്തിലുള്ള ഫലം ഹനുമാൻ സ്വാമി നൽകും എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. മക്കളുടെ ജീവിതത്തിലെ കഠിനമായ ദുരിതങ്ങളും തടസ്സങ്ങളും കണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിലെ മാറാത്ത കടബാധ്യതകൾ ഓർത്ത് മനമുരുകി പ്രാർത്ഥിക്കുന്ന എൻ്റെ എത്രയും പ്രിയപ്പെട്ട അമ്മമാരോടാണ്, എല്ലാ വഴികളും അടഞ്ഞു എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് സാക്ഷാൽ ഭഗവാനായി നീട്ടിത്തന്ന ഒടുവിലത്തെ ആ കച്ചിത്തുരുമ്പ് ആയിരിക്കാം ഹനുമാൻ സ്വാമിയുടെ പുണ്യ വഴിപാട്. വായു വേഗത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം തരുന്ന ഭഗവാന്റെ ആ രഹസ്യ വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതറിയാതെ ഒരിക്കലും പോകാൻ പാടില്ല. ഈ പവിത്രമായ കർക്കിടക മാസത്തിൽ അമ്മമാരുടെ മക്കൾക്ക് നിങ്ങൾ നേടിക്കൊടുക്കേണ്ട വലിയൊരു അനുഗ്രഹമാണ് ഇതറിയാതെ പോയാൽ നഷ്ടപ്പെടുത്തുന്നത്. ദൂരെയുള്ള വലിയ ക്ഷേത്രങ്ങളിലൊന്നും പോകാതെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള ഏതൊരു ചെറിയ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലോ ഇരുന്ന് ചെയ്യാവുന്ന 1000 പൂജകളുടെ ഫലം തരുന്ന ഈ ഒരൊറ്റ രഹസ്യ വഴിപാട് വ്രതശുദ്ധിയോടെ ചെയ്താൽ മക്കളുടെ ജീവിതത്തിലെ സർവ്വദോഷങ്ങളും മാറി വെച്ചടി കയറ്റമുണ്ടാവും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇനി ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു തീരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ തടസ്സങ്ങളും അത്രയും വേഗത്തിൽ നീങ്ങിപ്പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം, വീട്ടിൽ വെച്ച് അമ്മമാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വായു വേഗത്തിൽ ഫലം തരുന്ന ഒരു വഴിപാടാണെന്ന് പറഞ്ഞു അല്ലേ? ഇതിന് 2 ഭാഗങ്ങളുണ്ട്. വളരെ ശ്രദ്ധിച്ച് അമ്മമാരെല്ലാവരും കേൾക്കണം. അമ്മമാര് മാത്രമല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനായിട്ട് നല്ല വരികളുള്ള വൃത്തിയുള്ള ഒരു പുതിയ നോട്ട്ബുക്ക് എടുക്കുക. ഒരു ബുക്ക്, നമ്മുടെ കുട്ടികളൊക്കെ എഴുതാനെടുക്കുന്ന ഒരു ബുക്കില്ലേ, പഴയതൊന്നും പാടില്ല, പുതിയൊരു നോട്ട്ബുക്ക്. വരയിട്ടതാവാം, വരയിടാത്തതാവാം. നിങ്ങൾക്ക് എങ്ങനെയാണോ എഴുതാൻ സൗകര്യപ്രദം അതിനനുസരിച്ചിട്ടുള്ള ഒരു പുതിയ നോട്ട്ബുക്ക്, ഒരു ചെറുത് മതിയാവും, ഒന്ന് വാങ്ങുക കേട്ടോ. അതും ഒരു പേനയും അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ പൂജാമുറിയിലോ ഭദ്രമായ ഒരു സ്ഥലത്ത്, അതായത് ശുദ്ധിയുള്ള ഒരു സ്ഥലത്തോ ഈ പേനയും ബുക്കും സൂക്ഷിക്കുക. എല്ലാ ദിവസവും നിങ്ങളുടെ ജോലികളെല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് വ്രതശുദ്ധിയോടെ, ശുദ്ധി വേണം കേട്ടോ. അതായത് നമ്മൾ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാതെ ഇത് ചെയ്യാൻ പാടില്ല. ശുദ്ധിയായിട്ട്, ഏറ്റവും മനഃശുദ്ധിയാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. എങ്കിലും നമ്മളൊന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് ഈ ബുക്കിൽ 3 തവണ ശ്രീരാമ ജയം എന്ന് എഴുതുക. ഭക്തിയോടുകൂടി എഴുതുക കേട്ടോ. ഏതെങ്കിലും ദിവസം നിങ്ങൾക്കിത് എഴുതാൻ സാധിച്ചില്ലെങ്കിൽ, അതായത് നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഒരു ദിവസം, അതായത് വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ടോ, ഇത് നിങ്ങളുടെ സമയത്തിനനുസരിച്ചാണ് കേട്ടോ. ഇനി നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ടല്ലേ സൗകര്യം, പകലൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടാവും. ഇനി അങ്ങനെയല്ല, പകലൊന്നും വലിയ തിരക്കൊന്നും ഇല്ല, സമാധാനമായിട്ട് വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുളിച്ചിട്ട് ആ ഒരു ശുദ്ധിയോടുകൂടി തന്നെ അപ്പോൾ തന്നെ ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഇനി അതിരാവിലെ എഴുന്നേറ്റ് ബ്രാഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തുന്ന ഒത്തിരി പേരുണ്ട്, അമ്മമാരൊക്കെ ഉണ്ട്, ആ ഒരു സമയത്തും ചെയ്യാം. അല്ലാതെ ജോലിക്കൊക്കെ പോയി തിരക്കായിട്ട് പകൽ സമയത്ത് ഇതൊന്നും സാധ്യമാകാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് രാത്രി കാലത്ത് ഇത് എഴുതാൻ കേട്ടോ. അല്ലാത്തവർക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം അപ്പോൾ നമ്മളൊന്ന് ശുദ്ധിയായിട്ട് ഇരിക്കണമെന്ന് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രീരാമ ജയം എന്ന് 3 തവണ എഴുതുക. അപ്പോൾ ഒരു ദിവസം 3 പ്രാവശ്യം എഴുതിയാൽ മതിയാവും. ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഒരു ദിവസം നമ്മൾക്ക് ഇത് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. പിറ്റേ ദിവസം അതും കൂടി ചേർത്തിട്ട് നമ്മൾക്ക് എഴുതാം. ഇനി ഒരാഴ്ച പൂർണ്ണമായിട്ടും നമ്മൾക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് മാറിപ്പോയി, നമ്മൾക്ക് വീട് വിട്ട് നമ്മളൊന്ന് പോയി യാത്രയിലായിരുന്നു, എഴുതാൻ സാധിച്ചില്ല, അങ്ങനെ ഉണ്ടെങ്കിലും അത്രയും ദിവസത്തെയും കൂടി ചേർത്തും നമുക്ക് എഴുതാം. അപ്പം ഇങ്ങനെ ഒരു സൗകര്യാർത്ഥം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും ഭഗവാനെ, ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമിയും മനസ്സിൽ നിറച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ശ്രീരാമജയം എഴുതുക. ഇത് എഴുതുന്ന ഒരു സമയത്ത് ഈ ഒരു കാലയളവിൽ നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ശക്തമായ ഒരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ഒരു കാര്യമുണ്ടാവും. നമ്മൾക്കത് നടന്ന് കിട്ടിയേ പറ്റൂ. ഈ ഒരു സമയത്ത് എത്രയും പെട്ടെന്ന് അത് നടന്ന് കിട്ടണം, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. ആ ഒരു കാര്യം നടന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്
അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്കത് നേടി തന്നു, ഭഗവാൻ അത് നിങ്ങളുടെ കൈവെള്ളയിൽ തന്നു എന്ന് പൂർണ്ണമായിട്ട് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമിയും മനസ്സിൽ നിറച്ചുകൊണ്ട് വേണം ഈ 3 പ്രാവശ്യം നിങ്ങൾ ശ്രീരാമജയം എഴുതാൻ വേണ്ടിയിട്ട്. ഇത് എഴുതുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് എഴുതാം, പൂജാമുറിയിലിരുന്ന് എഴുതാം, ഒക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യാർത്ഥമാണ് കേട്ടോ. ഒരു ചെറിയ ബുക്ക് മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങൾ ഈ ബുക്ക് പൂർണ്ണമായിട്ട് എഴുതി തീരുമ്പോൾ ഈ ഒരു കാലയളവിനുള്ളിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചിരിക്കും. അല്ലാതെ ഇത് പൂർണ്ണമായിട്ട് എഴുതി തീരാൻ വേണ്ടി നിൽക്കേണ്ടി വരില്ല, കാത്തു നിൽക്കേണ്ടി വരില്ല. എങ്കിലും ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യണം, മുടക്കാൻ പാടില്ല, അതൊന്ന് പൂർണ്ണമായിട്ട് എഴുതുക കേട്ടോ. അങ്ങനെ എഴുതി തീരുമ്പോൾ ആ പുണ്യഗ്രന്ഥം നമ്മുടെ വീടിനടുത്തുള്ള ഹനുമാൻ സ്വാമിയുടെ നടയിൽ കൊണ്ടുപോയി സമർപ്പിക്കുക. എവിടെയൊക്കെ രാമനാമം എഴുതപ്പെടുകയും ഉയരുകയും ചെയ്യുന്നുവോ അവിടെയെല്ലാം ഹനുമാൻ സ്വാമിയുടെ കാവൽ വായു വേഗത്തിൽ എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. ഇനിയും ഇതിനടുത്തൊരു ഭാഗമുണ്ട്. ഞാൻ പറഞ്ഞു 2 ഭാഗങ്ങളാണ്. അതിൽ 1ാമത്തെ ഭാഗമാണ് പറഞ്ഞത്. ഒരു പുതിയ ബുക്ക് വാങ്ങിയിട്ട് ചെറിയൊരു ബുക്ക് മതി. അതിൽ ഒരു ദിവസം 3 പ്രാവശ്യം വെച്ച് ശ്രീരാമജയം എഴുതുക. നമ്മളുടെ മനസ്സിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആ ഒരു ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ചു, അത് കയ്യിൽ കിട്ടി എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മളിത് എഴുതുന്നത്. ആ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ ആ ഒരു കാര്യം സാധ്യമായി തരും, ഭഗവാൻ അത് സാധ്യമാക്കി തരും, ഹനുമാൻ സ്വാമി അത് സാധ്യമാക്കി തരും എന്നും പറഞ്ഞ് ഇടയ്ക്ക് നിർത്തേണ്ട. ആ ഒരു ബുക്ക് കംപ്ലീറ്റ് ആയിക്കോട്ടെ, പൂർണ്ണമായിക്കോട്ടെ. എന്നിട്ട് നമുക്ക് തൊട്ടടുത്തുള്ളതോ അകലത്തിലുള്ളതോ നമ്മൾക്ക് എപ്പോഴാണോ പോകാൻ സാധിക്കുക അവിടെ കൊണ്ട് നമ്മൾക്ക് ആ ഒരു ഗ്രന്ഥം സമർപ്പിക്കാം. ഹനുമാൻ സ്വാമിയുടെ മുൻപിൽ ഭഗവാനായിട്ട് അത് സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരൊറ്റ വഴിപാടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, എവിടെയൊക്കെ രാമനാമം എഴുതപ്പെടുകയും ഉയരുകയും ചെയ്യുന്നുവോ അവിടെയെല്ലാം ഹനുമാൻ സ്വാമിയുടെ കാവൽ വായു വേഗത്തിൽ എത്തിച്ചേരും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം നമ്മൾക്കുണ്ട്. ആ വിശ്വാസം സത്യവുമാണെന്ന് പല തവണ പലർക്കും അനുഭവവേദ്യമായിട്ടുമുണ്ട്. ഹനുമാൻ സ്വാമിയുടെ ഭക്തർക്കൊക്കെ തന്നെ അല്ലേ. ഭഗവാൻ ശക്തനായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഭഗവാന്റെ ഒരു സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് പേരുണ്ട്. ഇനി ഈ വഴിപാടിന്റെ 2ാമത്തെ ഭാഗത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് അത് മറ്റൊന്നുമല്ല, അവൽ നിവേദ്യം ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട ഒരു വഴിപാടാണ്. അമ്മമാരെ, അവൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും സമർപ്പണമാണ് അല്ലെ. വലിയ ഒരുക്കങ്ങളോ ആഡംബരങ്ങളോ ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയ നിവേദ്യം പോലും നിറഞ്ഞ ഭക്തിയോടെ സമർപ്പിക്കുമ്പോൾ അത് ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹമായിട്ട് മാറുകയാണ്. ഭക്തിയുടെ മഹത്വം വസ്തുവിന്റെ വലിപ്പത്തിലല്ല, അതിന് പിന്നിലുള്ള മനസ്സിന്റെ ശുദ്ധിയിലാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു വലിയൊരു വഴിപാടാണോ, ഒറ്റ വഴിപാടാണോ, അവലാണോ എന്ന് ചിന്തിക്കുന്നവരോടാണ്. ആ ഒരു വസ്തുവിന്റെ വലിപ്പത്തിലല്ല, അതിന് പിന്നിലുള്ള നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയിലാണ് ഭഗവാന് കാര്യമായിട്ട് എടുക്കുന്നത് അതിനെ. നമുക്കറിയാം, ലങ്കയിലേക്ക് പോകും മുൻപ് വിശന്നു വലഞ്ഞ ഹനുമാൻ സ്വാമിക്ക് തന്റെ പ്രിയപ്പെട്ട നാഥനായ ശ്രീരാമസ്വാമി സ്വന്തം കൈകൊണ്ട് കുഴച്ചു നൽകിയ അവിൽ പൊതിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ഭഗവാന് അവൽ നിവേദ്യം സമർപ്പിക്കുന്നത്. ഈ കർക്കിടക മാസത്തിൽ വരാൻ പോകുന്ന ഏത് ബുധനാഴ്ചകളിൽ വേണമെങ്കിലും അമ്മമാർക്ക് അതീവ വ്രതശുദ്ധിയോടുകൂടി ഈ ഒരു വഴിപാട് ചെയ്യാൻ തുടങ്ങാവുന്നതാണ്. നമ്മളൊന്ന് വിചാരിച്ചാൽ ഓടി അത്രടം വരെ പോകാൻ പാകത്തിന് വലിയ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളൊന്നും തന്നെ നമ്മുടെ വീടിനടുത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും ഹനുമാൻ സ്വാമി ഉപദേവതയായി അഥവാ ഉപപ്രതിഷ്ഠയായി ഉണ്ടാകാറുണ്ട് അല്ലെ. അങ്ങനെ പ്രധാന പ്രതിഷ്ഠ വേറെ ആണെങ്കിലും ഹനുമാൻ സ്വാമിയുടെ ഉപപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവിടെയുള്ള തിരുമേനിയോട്, പൂജാരിയോട് നേരത്തെ തന്നെ ഒന്ന് ചോദിച്ചു വെക്കുക, ഈ വരുന്ന ബുധനാഴ്ച ദിവസം ഇവിടെ ഹനുമാൻ സ്വാമിക്ക് അവൽ വഴിപാട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊന്ന് ചോദിച്ചു വെക്കുക. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ എത്തി ഭഗവാന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായ അവൽ നിവേദ്യം നിങ്ങളുടെ മക്കളുടെ പേരിലും നക്ഷത്രത്തിലും നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഒപ്പം ഭഗവാന് ചാർത്താനായിട്ട് ഈ ഒരു സമയത്ത് ഒരു വെറ്റില മാല കൂടി വാങ്ങി നമ്മുടെ തിരുമേനിയുടെ കയ്യിൽ, പൂജാരിയുടെ കയ്യിൽ ഭക്തിയോടുകൂടി നൽകുക. പ്രാർത്ഥിക്കുക, മനസ്സ് നിറഞ്ഞ് അവിടെ വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇനിയും നമുക്കറിയാം, മിക്ക ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിലും ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരം ചാർത്തി കൊടുക്കുന്ന ഒരിതുണ്ടല്ലേ. നമ്മൾക്ക് ഒരു ചെറിയ ഭഗവാന്റെ ഒരു വിഗ്രഹം അവിടെ കാണും പുറത്ത്, നമുക്കതിൽ സിന്ദൂരം ചാർത്തി കൊടുക്കാം. പക്ഷെ സ്ത്രീകൾ സിന്ദൂരം അങ്ങനെ നേരിട്ട് ചാർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെച്ചിപ്പൂക്കളോ ചെമ്പരത്തിപ്പൂ എന്തെങ്കിലും ചുവന്ന പൂക്കള് നമ്മൾക്ക് ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നതിനായി പറ്റും, ഈ സിന്ദൂരം ചാർത്തുന്നതിന് പകരമായിട്ട്. അങ്ങനെ നമ്മൾ മക്കളുടെ പേരും നാളും പറഞ്ഞ് അവൽ നിവേദ്യവും നടത്തി വെച്ചില മാലയും ചാർത്തി അതിനുശേഷം പൂജാരി തരുന്ന ആ ഒരു പുണ്യ സിന്ദൂരം
ഒരു വെച്ചിലയിൽ വെച്ച് വീട്ടിൽ സൂക്ഷിക്കുക. അവിടെ നമുക്ക് പ്രസാദമായിട്ട് സിന്ദൂരം കിട്ടുമല്ലോ, അത് നമ്മളൊരു വെച്ചിലയിൽ നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുക. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് മക്കളുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കണം കേട്ടോ. തൊട്ട് കൊടുക്കുന്നത് അവരുടെ സർവ്വ തടസ്സങ്ങളും, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിലുള്ള സർവ്വ തടസ്സങ്ങളും മാറും. തൊഴിൽപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർ ഉറപ്പായിട്ടും മക്കൾക്ക് അത് തൊടുവിച്ചു കൊടുക്കുക. ഈ കർക്കിടക മാസം പൂർണ്ണമായിട്ടും ആ ഒരു സിന്ദൂരം ചാർത്തിക്കൊണ്ട് ഏതെങ്കിലും കാര്യത്തിന് അവർ ഇറങ്ങി പുറപ്പെടുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുക. ഉറപ്പായിട്ടും ഏതൊരു തടസ്സം എവിടെയൊക്കെ നിൽക്കുന്നു അതെല്ലാം പൂർണ്ണമായിട്ടും ഹനുമാൻ സ്വാമി തുടച്ചു മാറ്റി കളയും. സർവ്വ വിജയമാണ് ഫലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു. ഇനി ക്ഷേത്രത്തിൽ നമുക്ക് പോകാൻ സാധിക്കുന്നില്ല, തൊട്ടടുത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമില്ല, പോകാൻ സാധിക്കുന്നില്ലെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് പൂജാമുറിയിൽ ഭഗവാന് നിവേദ്യം സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ച് ചെയ്യുന്ന ദിവസങ്ങളിൽ ഒരു ചെറിയ ചിരാതിൽ ഹനുമാൻ സ്വാമിക്ക് ഒരു നെയ് വിളക്കും കൂടി സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഭഗവാന്റെ ചിത്രത്തിന്റെ മുന്നിൽ ഒരു ചെറിയ പാത്രത്തിൽ ഒരല്പം അവിലും പഴവും ശർക്കരയും നിവേദ്യമായി വെച്ച് മനസ്സ് നിറഞ്ഞ് ഭഗവാന്റെ മുൻപിൽ പ്രാർത്ഥിക്കുക. അമ്മ മനസ്സിൽ ഈ ഒരു സമയത്ത് എന്തൊക്കെ സങ്കടങ്ങളുണ്ട്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ഇതെല്ലാം ഭഗവാനോട് നേരിട്ട് പറഞ്ഞിട്ട് അങ്ങ് പ്രാർത്ഥിച്ചോളൂ. ഉറപ്പായിട്ടും ഇപ്പോൾ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി കുറഞ്ഞത് 3 മാസമെങ്കിലും ഈ വഴിപാട് മുടങ്ങാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. 3 മാസം എന്ന് പറയുമ്പോൾ അതായത് എല്ലാ മലയാള മാസത്തിലെയും ഒരു ബുധനാഴ്ച, ഇതിപ്പോൾ കർക്കിടക മാസമാണല്ലോ, ചിങ്ങമാസത്തിലെ ഒരു ബുധനാഴ്ച നമുക്കിത് ചെയ്യാം. അങ്ങനെ തുടർച്ചയായി 3 മാസങ്ങളിലായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അത് 30 ബുധനാണെങ്കിൽ ഏറ്റവും ഐശ്വര്യമാണ്. ഇല്ലാച്ചാൽ മാസം അവസാനം വരുന്നൊരു ബുധനാഴ്ച നമ്മൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ബുധനാഴ്ചയാണോ ഇത് ചെയ്യാൻ സാധിക്കുക ആ ഒരു ദിവസം തിരഞ്ഞെടുത്താൽ മതിയാവും. 3 മാസം അടുപ്പിച്ച് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ഏതൊരു തടസ്സം നമ്മുടെ ജീവിതത്തിലെ ബാധിച്ചു നിൽക്കുന്നുവോ അതെല്ലാം പൂർണ്ണമായിട്ടും മാറും. അത്രയും ഐശ്വര്യം നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരും എന്നാണ് പറയുന്നത്. ഒരൊറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ തുടങ്ങും, കണ്ടെത്താൻ തുടങ്ങും. ഒന്നാമതായിട്ട് ഇത് ചെയ്യുന്ന ദിവസങ്ങളിൽ വീട്ടിൽ പൂർണ്ണമായും സസ്യഭക്ഷണം മാത്രം ഒന്ന് പാകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. യാതൊരു കാരണവശാലും അശുദ്ധിയോടുകൂടി ഹനുമാൻ സ്വാമിക്ക് യാതൊരു പൂജകളും ചെയ്യാൻ പാടില്ല. ഹനുമാൻ ഭജനത്തിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ബ്രഹ്മചര്യ ശുദ്ധിയും കൂടിയാണ്. ഇതും ഓർമ്മയിൽ വെക്കണം. ഇനി രണ്ടാമതായിട്ട് വീട്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് വിളക്ക് തെളിയിച്ച ശേഷം ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രമായ ഓം ഹം ഹനുമതേ നമ എന്ന് 108 തവണ ഭക്തിയോടുകൂടി ജപിക്കാവുന്നതാണ്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും മാറി ശത്രുനാശം, ഉദ്ദിഷ്ട കാര്യസിദ്ധി, ധനവളർച്ച, മക്കൾക്ക് വിദ്യാവിജയം, തൊഴിലഭിവൃദ്ധി, കഠിനമായ ശനി ദോഷ നിവാരണവും വായുവേഗത്തിൽ തന്നെ സാധ്യമാകുന്നതാണ്. കുടുംബത്തിന്റെ സങ്കടങ്ങൾ മാറാനും മക്കളുടെ തടസ്സങ്ങൾ അകറ്റി വെച്ചടി കയറ്റമുണ്ടാകാനും ഈ കർക്കിടക മാസത്തിൽ ഹനുമാൻ സ്വാമിയുടെ ഈ അവിൽ നിവേദ്യത്തോടും രാമനാമ ജപത്തോടും കൂടിയ വഴിപാടിനേക്കാൾ വലിയൊരു എളുപ്പ വഴിയില്ല എന്ന് തന്നെ പറയാം. അമ്മമാരെ, നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കർക്കിടകത്തിൽ ഈ വഴിപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ശ്രീരാമജയം ഒന്ന് കുറിച്ചിട്ടോളൂ കേട്ടോ. ഭഗവാൻ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി തരട്ടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലും അത്രയും സന്തോഷം. ഹരികൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു.